ഹലോ അസ്സലാമു അലൈക്കും. വാഹിസ് വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബോട്ടിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല നാടൻ ബോട്ടിക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു 4 സവാള പൊടിപ്പൊടിയായി അരിഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. മൂപ്പിച്ചിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഷൂട്ടായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പിടി ഇഞ്ചി പൊടിപ്പൊടിയായി അരിഞ്ഞതും ഒരു പിടി വെളുത്തുള്ളി പൊടിപ്പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് മൊരിയിച്ച് കൊടുക്കണേനെ. അപ്പോൾ എണ്ണയിൽ അത് കഴിഞ്ഞിട്ട് ഒരു 10 പച്ചമുളകും കൂടി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് 1.5 കിലോളം ഉണ്ട് കേട്ടോ ബോട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല നാടൻ രീതിയിൽ തന്നെയാണ് വെക്കണത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വേണ്ട ഈ പരുവാണ്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് മുളക് പൊടി, മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂണാണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ് പോകും. ഇനി അത് ഗരം മസാലപ്പൊടി, ഇത് ടീസ്പൂണാണ്. 3 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും. ഇതൊക്കെ നല്ലോണം പച്ച മണം മാറണം. നമുക്ക് മൊരിച്ചെടുക്കട്ടെ മസാല. എൻ്റെ പരുവം കണ്ട നല്ലോണം പേസ്റ്റും ആയിട്ടുണ്ട്, നല്ല ഇതുണ്ട്. ഇനി ഇതിലേക്ക് തൈരിട്ട് കൊടുക്കാം. തൈരും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബോട്ടി നല്ലോണം കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി ഒക്കെ വെച്ചേക്കണം കേട്ടോ. ചിലവർ ആദ്യം തന്നെ വേവിച്ചിട്ട് ചെയ്യും. അല്ല, ഇങ്ങനെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഇത് ബോട്ടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ നല്ലത്. ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കൂടുതലുണ്ടല്ലോ. തക്കാളി ഒരു 4 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിന് വേവിക്കാൻ വെക്കൂട്ടോ. വേവൊക്കെ ഓരോരുത്തർ ഇതനുസരിച്ചിരിക്കും കേട്ടോ. ഇത് ബോട്ടി ആയതുകൊണ്ട് തന്നെ ഇത് പോത്തിൻ്റെ ബോട്ടിയാണ്. അപ്പോൾ ഇച്ചിരി സമയം പിടിക്കും വേകാനൊക്കെ. അപ്പോൾ എത്ര വിസിലാണെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. ഓരോരുത്തർ ഇതനുസരിച്ചിരിക്കുന്നു. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 10-15 വിസിലാണ് വരെ വിസിലടിപ്പിക്കാം നമുക്കിത് കേട്ടോ. എന്നിട്ടൊന്ന് നോക്കാം. അപ്പോൾ വിസിൽ 10-15 വിസിലായിട്ടുണ്ട്. നമുക്കിനി നോക്കാട്ടോ വെന്തിട്ടുണ്ടാകും. ബോട്ടിക്കറിൻ്റെ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി അരച്ച് ചേർക്കൂട്ടോ. നല്ലോണം പാകമായിട്ടുണ്ട്. അതിൽ വെള്ളം കണ്ട അതിൻ്റെ വെള്ളവും കൂടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഉപ്പും ഇതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളതാണെങ്കിൽ
തേങ്ങയും കൂടി നമുക്ക് അരച്ചിട്ട് ചേർക്കാം. നല്ലോണം തിളക്കണ്ട് പൊട്ടിക്കണ്ട. അരമുറി തേങ്ങ ഇട്ട് എടുത്തേക്കണ. അരമുറി തേങ്ങ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തേക്കണേണ്. ഇച്ചിരി കൂടി വേകാനുണ്ട് കറി കേട്ടോ. ബോട്ടി ഇച്ചിരി കൂടി വേകാനുണ്ട് കേട്ടോ. അപ്പം ഇനി ഒന്നും കൂടി നമുക്കിത് വിസിലടുപ്പിക്കണം. ഒരു 5 വിസിലും കൂടി അടുപ്പിക്കാം കേട്ടോ. ഗരം മസാല 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി 5 വിസലിന് നമുക്ക് വെക്കാം. 5 വിസലും കൂടി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിക്കറി ഇവിടെ റെഡിയായി. 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബോട്ടിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട ഇത്ര പെട്ടെന്ന് തീർന്നില്ല. ചിലവരൊക്കെ ബോട്ടിയൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര പണിയായിട്ടാണ് ഇതാക്കണത്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാമെന്നുള്ളൂ. അതിനകത്ത് തന്നെ ഇട്ടിട്ട് മസാലയിൽ തന്നെ ഇട്ട് വേവിക്കുമ്പോൾ കാര്യങ്ങൾ കഴിയും. വേവിച്ച് വേറെ മസാല ഉണ്ടാക്കി അതിനായിട്ട് എളുപ്പം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് വറ്റിച്ചെടുക്കാം കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇച്ചിരി ചാറ് പോലെ കാണും. അതുകൊണ്ടിട്ടാണ് ഒരു പിടി മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കണേന് ആയിരുന്നത്. അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി ബോട്ടിക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ വരുന്ന വരെ ഓക്കെ ബൈ, താങ്ക് യു.